പ്രകാശേ ദേ ആരാ വന്നിരിക്കണേ നോക്കിയേ. ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. എന്താണാവോ പുതിയ കണ്ടുപിടുത്തം? അങ്ങനെ പുഷ്പ 2 ദ റൂൾ, അല്ലെങ്കിൽ ഫസ്റ്റ് പുഷ്പ എന്ന് പറഞ്ഞ എടുത്ത സിനിമയുടെ പാരഡി എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത് സിനിമ കണ്ടിട്ട്. ആക്ഷൻ കോറിയോഗ്രാഫി ആരുടെ ചെയ്തത്? അവസാനത്തെ ക്ലൈമാക്സ് ഞാൻ ചിരിച്ച് ചത്ത്. ഒന്ന് ഗ്രാവിറ്റി എന്നൊക്കെ പറഞ്ഞ സാധനത്തിനെയൊക്കെ മറന്ന് അത് എന്തിനാ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. നേരം വിളിക്കുമ്പോൾ ഈ നാട്ടുകാർക്ക് എല്ലാം അൽഷിമേഴ്സ് വന്നിട്ട് എല്ലാം മറന്നു വരുന്നെങ്കിലും ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ നിങ്ങളെല്ലാവരും കാത്തിരുന്ന ട്രെയിലർ വന്നിരിക്കുകയാണ്. അവസാനം അടുത്ത മാസം 5-ാം തീയതി റിലീസാവാൻ പോകുന്ന തക്കതിലെ പുഷ്പയുടെ 2ാം ഭാഗം ദ റൂളിന്റെ ട്രെയിലർ വന്നിരിക്കുകയാണ്. ഞാൻ ചുമ്മാ പറഞ്ഞല്ലോ, 17 മിനിറ്റ് ആയിട്ടോ ഈ ട്രെയിലർ വന്നിട്ട്. 1.3 മില്യൺ വ്യൂസ് 17 മിനിറ്റ് ഉണ്ട്. ഈ പടത്തിന്റെ ഇതിന്റെ ഇനിഷ്യൽ നിങ്ങൾ കണ്ണുകളും ഉറപ്പാണ്. അമ്മാതിരി മാർക്കറ്റിങ്ങും അമ്മാതിരി ഫാൻ ബേസും ആണ് ഈ പടത്തിനുള്ളത്. പിന്നെ നാഷണൽ അവാർഡ് വിന്നർ അല്ലു അർജുനാണ്. അടുത്തൊരു നാഷണൽ അവാർഡിന് കിട്ടിയാലും ആരും അത്ഭുതപ്പെടേണ്ട. ഞാൻ സ്ഥിരം ഡയലോഗാണ് എനിക്കറിയാം. എന്നാലും ലെറ്റ്സ് വാച്ച് ദ ട്രെയിലർ. ഐ കാൻ സ്റ്റാർ അല്ലു അർജുൻ. അത്രേ ഉള്ളൂ. ബ്രാൻഡ് തന്നെ ബ്രാൻഡായി മാറി. ഞാൻ പറയാം, കംപ്ലീറ്റ്ലി അവര് എന്തോ പറഞ്ഞ് അങ്ങനെ എന്തോ കേട്ടിട്ടുണ്ട്. എന്തോ ഭയങ്കരമായിട്ട് ഈ സിനിമ ഹെവി മാസാക്കാനായിട്ടുള്ള പരിപാടിക്കാണ് ഇത് ചെയ്തേക്കണതെന്ന്. അത് തന്നെയാണ് കാണുമല്ലോ. വളരെ മാസിവ് ഒരു ശങ്കർ പടമൊക്കെ കാണുന്ന പോലത്തെ സാധനത്തിൽ അല്ലു അർജുൻ. എന്തിനാണെങ്കിലും കാണാണ്ടേ. ഞാൻ പറഞ്ഞില്ല, ഇത് ഈ സിനിമയുടെ ഇനിഷ്യൽ നിങ്ങൾ വിചാരിക്കണ പോലല്ല. ആ ഒരാഴ്ച മതി ഈ പടം കയറി വേറെ ലെവലിൽ പോയി. ഇതെന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. അടി വെടി പുക വെടി അടി ഇടി. മറ്റേ റോക്കി ബായെ പോലെ ഒരു എന്തോ ഉലകോ അതൊക്കെയാണ് ബ്രാൻഡായി മാറി. എല്ലാം പക്കയായിട്ടൊരു റോക്കി ബായ് പരിപാടിയാണ് അവർ പിടിച്ചേക്കണം കേട്ടോ. പക്കാ മാസ് പടം. വല്ല തൊഴിലുറപ്പ് പണിക്ക് പൊക്കൂടാ നിനക്കൊക്കെ, വേറെ ജോലിയൊന്നുമില്ലല്ലോ എന്ന് മാത്രം മനസ്സിൽ വെച്ച് ലോജിക്കും ഓപ്പും ഒക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയി പടങ്ങ. Ladies and gentlemen, today we are going to react Pukkulkodi Shasa. People call me motivation Mukuti. വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ? സാറിലല്ലേ ശരിയാവും. നമ്മൾക്കില്ലേ നമ്മളുണ്ടല്ലോ എന്തോ നമ്മൾ ഞാൻ നിന്റെ തന്തയാണോ? തന്ത ഉണ്ടാക്കിയ തന്തയുടെ പേര് ചീത്തേക്കാൻ വേണ്ടി. അല്ല, ഈ ചോദിക്കുന്ന നീ ആരാന്ന് ഞാൻ ചോദിച്ചാൽ എടാ നാണം ഉണ്ടോടാ നാണം. പെണ്ണിന്റെ പൊക്കിള് കണ്ടാ നോക്കിയെങ്കിൽ ഇരുന്നാണോ? എന്തുകാരൻ കുണ്ണയാണോ നീ? വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. പലതരം കൊതിയന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയ്ക്കും വലിയ കൊതി. അസാം അണ്ണൻ എന്ന് വിളിക്കുന്നതിന് പകരം ഇവന് അക്ഷര സ്ഫുടത തെറ്റാതെ പെണ്ണുണ്ണി അണ്ണൻ എന്ന് നമുക്ക് അഭിസംബോധന ചെയ്യാം. ഇതിലും വലുത് എന്തോ വരാനിരുന്നതാ. കണ്ണീ കൊള്ളാനുള്ളത് പുരുകൊത്തു കൊണ്ടു എന്ന് കരുതിയാ മതി. നീ ആരാടാന്ന് ചോദിച്ചാൽ 1.6 മില്യൺ ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിലുള്ള നീ എവിടെയോ കിടക്കുന്ന ഫോളോവേഴ്സ് പോലും ഇല്ലാത്ത എന്റെ അക്കൗണ്ടിൽ വന്ന് എന്റെ റീല് സേവ് ചെയ്തെടുത്ത് ഡൗൺലോഡ് ആക്കി നിന്റെ സ്റ്റോറിയിൽ നീ എന്നെ മെൻഷൻ ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലേ ഉള്ളൂ. ഐ എം മോട്ടിവേഷൻ മൂക്കുത്തി. നേരത്തെ പോയി കളടാ നീരെ. കൊള്ളാം ബ്രോ, സൂപ്പർ. മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന്